അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബൂ സലമ വിശദീകരിക്കുന്നു, ഉമ്മു സലമ പറഞ്ഞതായിട്ട്, ഉമ്മു സുലൈം ചോദിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലേ, തീർച്ചയായും അള്ളാഹു സത്യം പറയുന്നതിൽ നാണിക്കുന്നില്ല, അതായത് താങ്കളോട് സത്യം പറയാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതായത് അള്ളാഹു പറയട്ടെ, എനിക്കിതൊന്ന് വിശദീകരിച്ച് തരുമോ എന്നാണ് ചോദ്യം. സ്ത്രീക്ക് കുളി നിർബന്ധമാണോ അവൾക്ക് രാത്രിയിൽ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ. അവൾ നനവ് കണ്ടാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്ഖലനം നടന്നതായി കണ്ടാൽ സ്വപ്നത്തിൽ, അത് കുളിക്കണം. ഉമ്മു സലമ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, സ്ത്രീകൾക്ക് അങ്ങനെ സ്ഖലനം ഉണ്ടാവാറുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ അതിൻ്റെ ഉമ്മാനെ പോലെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അതായത് ഉണ്ടാവാറുണ്ട് എന്ന്. ഇത് ഒന്നാമത്തെ ആയത്തിൽ 130 നമ്മൾ കണ്ടതാണ്. عن أم سلمة أن أم سليم قالت يا رسول الله إن الله لا يستحيي من الحق فهل على المرأة الغسل إذا احتملت؟ قال نعم إذا رأت الماء. فضحكت أم سلمة فقالت تحتلم المرأة فقال رسول الله صلى الله عليه وسلم فبما يشبه الولد. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ പറ്റി അറിഞ്ഞപ്പോൾ, അതായത് അൽ മദീനയിലേക്ക് മക്കയിൽ നിന്നും ഹിജ്റ വരികയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു, റസൂലിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്നത് മദീനയിലെ യഹൂദന്മാരിലെ പണ്ഡിതനായിരുന്നു, അതായത് റബ്ബി. നമ്മൾ ഉസ്താദ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ പുരോഹിതനെ പറയുന്നത് റബ്ബി എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ആളായിരുന്നു, ഭയങ്കര വിവരമുള്ള ആളായിരുന്നു. അപ്പോൾ അത് നബിയാണോ എന്നറിഞ്ഞിട്ട് വേണം ഇസ്ലാം സ്വീകരിക്കാൻ. ആളെങ്ങ് വന്നപ്പോൾ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ താങ്കളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, 3 ചോദ്യങ്ങൾ. അത് ഒരു പ്രവാചകനല്ലാതെ മറ്റൊരാൾക്കും അത് അറിയാൻ യാതൊരു വഴിയും ഇല്ല. അതായത് അവിടെ മദീനയിൽ നിന്ന് കേട്ടോ, അല്ലെങ്കിൽ മക്കയിൽ ആരെങ്കിലും കേട്ടോ, അല്ലെങ്കിൽ ഈ കച്ചവടക്കാർ യാത്ര ചെയ്യുന്നവർ പറഞ്ഞു കേട്ടോ, അറിയാൻ സാധ്യതയില്ലാത്തൊരു കാര്യം, അത്രയ്ക്ക് രഹസ്യമാണ്. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മദീനയിൽ ആ ചോദ്യവും ആ ഉത്തരവും ചിലപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാമിന് മാത്രമായിരിക്കും അറിയുള്ളൂ. അത്ര രഹസ്യമായ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ തായ് വഴി കാര്യങ്ങൾ, അറിവ് കൈമാറുന്ന പരിപാടികൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. എങ്ങനെയായാലും ഒരു പ്രവാചകനല്ലാതെ ആ മദീനയിൽ, അല്ലെങ്കിൽ മക്കയിൽ, മദീനയിൽ, അല്ലെങ്കിൽ ഹിജാസ്, ഇത് രണ്ടും കൂടെ കൂടിയ സ്ഥലത്തിന് ഉദ്ദേശിക്കുന്ന പേരാണ്. അവിടെ ഒരു പ്രവാചകനല്ലാതെ ഇതിന് ഉത്തരം തരാൻ പറ്റില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം തന്നെ പറയുകയാണ്. എന്നിട്ട് ചോദിച്ചു, ആ മണിക്കൂറിൻ്റെ ആദ്യ അടയാളം എന്താകുന്നു എന്ന് വെച്ചാൽ ലോകാവസാനമാണ് ഉദ്ദേശിക്കുന്നത്. ആ മണി എന്ന് പറയുമ്പോൾ 10 മണി 11 മണി എന്ന് പറയുന്നത് പോലെ അസാ എന്ന് പറഞ്ഞാൽ ലോകാവസാനം നടക്കുന്ന ആ ഒരു സമയം, ആ മണി, അതിൻ്റെ ആദ്യ അടയാളം എന്താകുന്നു? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ആദ്യത്തെ ആഹാരം, അതായത് സ്വർഗത്തിൽ കയറി അവിടെ നിന്ന് കഴിക്കുന്ന ആദ്യത്തെ ആഹാരം. അതിന് പുറത്ത് മഹ്ശറയിൽ നമുക്ക് അറിയാം, ഓരോ നബിമാർക്കും അവരുടേതായ ഹൗലുണ്ടാവും. നമുക്ക് ഹൗലുൽ കൗസറുണ്ട്, അതിൽ റസൂൽ തന്നെ നേരിട്ട് കോരിത്തരും എന്നൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ ദാഹോ വിശപ്പോ ഉണ്ടാവുകയില്ല ആ മനുഷ്യന് ഒരിക്കലും. അല്ലാഹു ജഅലനാമിനും അല്ലാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. സ്വർഗത്തിൽ കയറി ആദ്യമായി കഴിക്കുന്നത് എന്ത് ആഹാരമാണ്? എന്തുകൊണ്ടാണ് കുട്ടികൾ പിതാവിനെ പോലെ ഇരിക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഉമ്മാടെ ആങ്ങളായത് മാമാമാരെ പോലെ ഇരിക്കുന്നത്? ഈ 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് ജിബ്രീൽ അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതായത് അത് വേറൊരു ലോകമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, വഹ്യ് എന്ന് പറയുമ്പോൾ വേറെ ഏതോ ഒരു ലോകത്തിൽ ഉള്ള ജിബ്രീൽ അലൈഹിസ്സലാം ശബ്ദത്തിലൂടെയോ അല്ലെങ്കിൽ മനസ്സിലൂടെയോ വഹ്യ് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റസൂലിന് സമയ സ്ഥലകാല അതീതമായിട്ടായിരിക്കും ആ കാര്യം സംഭവിക്കുക. അപ്പോൾ ചോദ്യത്തിന് മുമ്പ് ഈ ഉത്തരം കിട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബ്ദുള്ള പറഞ്ഞു, അദ്ദേഹം, അതായത് ജിബ്രീൽ, സർവ്വ മലക്കുകളിൽ നിന്നും നോക്കിയാൽ യഹൂദന്മാരുടെ ശത്രുവായ മലക്കാണ് ജിബ്രീൽ. അതായത് യഹൂദന്മാർക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടമല്ല. നമ്മൾ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ പറഞ്ഞിരുന്നു, ഇവരുടെ വിചാരം, അല്ലെങ്കിൽ യഹൂദന്മാർ പറയുന്നതെന്ന് വെച്ചാൽ, അള്ളാഹു അവിടുന്ന് വഹ്യ് കൊടുത്തുകൊടുത്ത് ഇന്ന ആളെ പോയി നബിയാക്കിയിട്ട് പോവാ, ഈ വഹ്യ് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ, ഇവിടെ വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആൾ മാറി കൊടുക്കും എന്നാണ് അവർ പറയുന്നത്. ഒന്നല്ലെങ്കിൽ തെറ്റിപ്പോകുന്നു, അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്കറിയാം. കാരണം ഏറ്റവും ശക്തനായ, വലുപ്പമുള്ള, ആരോഗ്യമുള്ള, അള്ളാഹുവിൻ്റെ വിശ്വസ്തനായ
റസൂലന്മാരുടെ റസൂൽ, അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. ഒരിക്കലും ഒരു തെറ്റ് പറ്റാൻ വഴിയില്ല. അത് മാത്രമല്ല ഏറ്റവും ശക്തനാണ്. അപ്പോൾ അതുകൊണ്ട് അടിച്ചു മാറ്റി അല്ലെങ്കിൽ വഴി തെറ്റിച്ചു വിട്ടു ഇതൊന്നും നടക്കൂല. എന്നാലും അവർ പറയുന്നത് യഹൂദന്മാരുടെ ശത്രുവാണ് ജിബ്രീൽ. കാരണം അവർക്ക് വേണ്ട ആളുകളൊന്നും ഈ ആള് നബിയാക്കിയില്ല. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുകയാണ്. നിൻ്റെ ആദ്യത്തെ ചോദ്യം, അതിനുള്ള ഉത്തരം, അതായത് ലോകാവസാനത്തിൻ്റെ ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് ഒരു തീയാകുന്നു. അത് ആളുകളെ കൂട്ടും, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും. അപ്പോൾ ഭൂമിയിൽ ലോകാവസാനം ആവുമ്പോൾ ഒരു തീ കത്തും. ആ തീ ഇങ്ങനെ കത്തി ഇങ്ങനെ വരുമ്പോൾ ആളുകളനുസരിച്ച് മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ തീ രാത്രിയാവുമ്പോൾ ആളുകൾ കിടന്നുറങ്ങും, തീ തൊട്ടപ്പുറത്ത് നിൽക്കും. നേരം വെളുക്കുമ്പോൾ തീ അടുത്തേക്ക് വരും, അപ്പോൾ ആളുകൾ ഓടിപ്പോവും. അങ്ങനെ ആളുകളെ പകൽ മുഴുവൻ തെളിച്ചുകൊണ്ട് നടക്കുന്നൊരു തീയുണ്ട്. അവസാനം ഷാമിലാണ്, അതായത് ഷാം എന്ന് പറഞ്ഞാൽ മദീനയുടെ പടിഞ്ഞാറ്, അതായത് ജെറുസലേം, ബൈത്തുൽ മുഖദ്ദസ്, യമൻ, സിറിയ, ആ ഏരിയയൊക്കെ കൂടുന്ന എല്ലാത്തിനെയും കൂടിയതാണ് അന്നത്തെ റസൂലിൻ്റെ സമയത്തുള്ള ഷാം എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവരും. ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഒരു വലിയ തീ, ലോകം മുഴുവൻ തീ ഉണ്ടായിട്ട് അവിടെ കൊണ്ടുവരും. ഓടിച്ചു കൊണ്ടുവരികയാണ്. അത് ആദ്യത്തെ മഹ്ശറയാണ് എന്ന് പറയുന്നു. ചിലർ പറയുന്നു അതാണ് മഹ്ശറ, അവിടെ നിന്നാണ് മഹ്ശറ തുടങ്ങുന്നതെന്ന് പറയുന്നു. ചിലർ പറയുന്നു അല്ല, അവിടെ വരും, പിന്നെ ലോകം അവസാനിക്കും, എന്നിട്ട് ഭൂമി അടിച്ചു വരുത്തി വേറൊരു ഭൂമിയാക്കും, എന്നിട്ട് നമ്മളവിടെ ഉയർത്തെഴുന്നേൽക്കും, അതാണ് മഹ്ശറ എന്ന് പറയുന്നു. ഏതായാലും അതാവാനാണ് സാധ്യത. രണ്ടാമത്തത്, അതാണ് ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത്. അത് ആളുകളെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഒരുമിച്ച് കൂട്ടും. ഇനി സ്വർഗത്തിലെ ആദ്യത്തെ ആഹാരം എന്ന് പറയുന്നത് മീനിൻ്റെ കരൾ ആവുന്നു. അതായത് കരളിൻ്റെ തന്നെ എക്സ്ട്രാ ലോബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കരൾ 3-4 പീസായിട്ടാണ് കിടക്കുക, അതായത് ഓരോ ഭാഗങ്ങളായിട്ട്. അതിലെ കോഡേറ്റ് ലോബ് എന്ന് പറയുന്ന ഒരു ലോബ് അല്ലെങ്കിൽ ഒരു ഭാഗം ആണ് എന്ന് പറയുന്നു. അത്രയും പോകേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് പറയാം മീനിൻ്റെ കരളാണ് സ്വർഗത്തിലെ ആദ്യത്തെ ആഹാരം. ഇനി കുട്ടി എന്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരിൽ മാതാപിതാക്കളെ പോലെ ഇരിക്കുന്നു? ഒരു ആള് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആദ്യം അയാൾക്ക് സ്ഖലനം സംഭവിച്ചാൽ, അതായത് ആണിന് സ്ഖലനം സംഭവിച്ചാൽ കുട്ടി ആണിനെ പോലെ, അതായത് പിതാവിനെ പോലെ ഇരിക്കും. സ്ത്രീക്കാണ് ആദ്യം സ്ഖലനം സംഭവിക്കുന്നതെങ്കിൽ കുട്ടി സ്ത്രീയെ പോലെ ഇരിക്കും. അബ്ദുല്ലാഹി വസ്സലാം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഇത് നബി അല്ലാത്ത ഒരാൾക്ക് അറിയില്ലാത്തൊരു കാര്യമാണ്, ആളൊരു പുലിയാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പം തന്നെ ആൾ പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആൾ പറഞ്ഞു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന്. അബ്ദുല്ലാഹിബ്നു സലാം പിന്നീട് കൂട്ടിച്ചേർക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലെ യഹൂദന്മാരും നുണയന്മാരാണ്. അവർ ഞാൻ മുസ്ലിമായി എന്ന് അറിഞ്ഞാൽ എന്നെപ്പറ്റി നുണകൾ പറഞ്ഞുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനൊരു ചാൻസ് കൊടുക്കരുത്. അപ്പോൾ ഒരു കളി, ചെറിയൊരു കളി എന്താ വെച്ച് കഴിഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു സലാം മുസ്ലിമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കൈ ഒഴിയും. അവരുടെ ഏറ്റവും വലിയ പണ്ഡിതനാണ് കേട്ടോ, എന്നാൽ പോലും ഒരാൾ പോലും പോകാനുണ്ടാവില്ല. നമ്മുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ APEK എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ നടക്കാൻ കുറേ അനുയായികളെങ്കിലും ഉണ്ടാവും. ഇത് മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, യഹൂദ പണ്ഡിതൻ, ഒരു മതം മാറി എന്ന് പറഞ്ഞാൽ പുറകെ പോകാൻ ഒരുത്തനും ഉണ്ടാവില്ല. അത്ര കടുകട്ടിയാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കത് അറിയുകയും ചെയ്യും. അപ്പോൾ ആൾ പറയുകയാണ് ആദ്യമേ അവരതറിഞ്ഞാൽ അവരെന്നെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാകും, അതുകൊണ്ട് അവരത് അറിയണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുറേ യഹൂദികൾ ഇങ്ങോട്ട് വന്നു റസൂലുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അബ്ദുല്ലാഹിബ്നു സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൻ്റെ അകത്തേക്ക് കയറി വിളിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദന്മാരോട് ചോദിച്ചു, ഈ അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്നതിന് എങ്ങനെയുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ലേ എന്നൊക്കെ പറയട്ടെ. റസൂൽ ഒരു ചെറിയ കളി കളിക്കുകയാണോ അവർക്ക്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പണ്ഡിതനാണ്, ഏറ്റവും വിവരമുള്ള ആളാണ്, ഞങ്ങളിലെ ഏറ്റവും നല്ലവനാണ്, ഞങ്ങളിലെ ഒന്നാമനാണ്, ഞങ്ങളിലെ ഒന്നാമൻ്റെ മകനാണ്, അതായത് വാപ്പ പോലും ബെസ്റ്റാണ് എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആള് മുസ്ലിം ആവുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ ആയാൽ നിങ്ങൾക്ക് ആളെ ഇഷ്ടമാകുമോ? അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിനെ അതിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ, അതായത് അള്ളാഹു ആളെ മുസ്ലിം ആവാതെ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോവാതെ നോക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ തന്നെ, അതായത് അവർ പറയുകയാണ് അദ്ദേഹം ഒരിക്കലും മുസ്ലിം ആവില്ല എന്നാണ് അവരുടെ വർത്തമാനം. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം വീടിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. നമുക്കിനി പറയണം റളിയല്ലാഹു അൻഹു എന്ന് പറയണം, കാരണം ഒരു സഹാബിയാണ്, ഭയങ്കര പണ്ഡിതനാണ്. അവരുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ
അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അല്ലെങ്കിൽ ആരാധനയ്ക്ക് അർഹൻ ഇല്ല, മുഹമ്മദ് അവൻ്റെ പ്രവാചകനാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്ക് ഇവരുടെ നിറം മാറി. അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ, ഏറ്റവും മോശം അവനാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശം മനുഷ്യൻ്റെ മകനാണ് അവൻ. അതെൻ്റെ വാപ്പാക്കും വിളിച്ചു. അങ്ങനെ അവിടെ തന്നെ നിന്ന നിപ്പി തന്നെ കളം മാറി ചവിട്ടി എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിനെ ഒരുപാട് താഴ്ത്തി കെട്ടി അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് മോശമായി സംസാരിച്ചു, പിന്നീടും സംസാരിച്ചു. ഇതാണ് യഹൂദന്മാർ നമ്മുടെ മതമായി ആദ്യമായി ഇടപെടുന്നതാണ്. അവരെയൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. യഹൂദന്മാർ ഇപ്പോൾ ലോകം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തവക്കൽതു അലല്ലാഹ്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു ഖാല ബലഗ അബ്ദുല്ലാഹി ഇബ്നു സലാമിൻ مقدم النبي صلى الله عليه وسلم المدينة فأتاه فقال إني سائلك عن ثلاث لا يعلمهن إلا النبي قال ما أول أشراط الساعة وما أول طعام يأكله أهل الجنة ومن أي شيء ينزع الولد إلى أبيه ومن أي شيء ينزع إلى أخواله. فقال رسول الله صلى الله عليه وسلم خبرني بهن آنفا جبريل. فقال عبد الله ذاك عدو اليهود من الملائكة. فقال رسول الله صلى الله عليه وسلم أما أول أشراط الساعة فنار تحشر الناس من المشرق إلى المغرب وأما الأول طعام يأكله أهل الجنة فزيادة كبد حوت وأما الشبه في الولد فإن الرجل إذا غشي المرأة فسبقها ماؤه كان الشبه له وإذا سبق ماؤها كان الشبه لها. قال أشهد أنك رسول الله. ثم قال يا رسول الله إن اليهود قوم بهت إن علموا بالإسلام قبل أن تسألهم بهتوني عندك. فجاءت اليهود ودخل عبد الله البيت فقال رسول الله صلى الله عليه وسلم أي رجل فيكم عبد الله بن سلام؟ قالوا عالمنا وابن عالمنا وأخيرنا وابن أخيرنا. فقال رسول الله صلى الله عليه وسلم أفرأيتم من أسلم عبد الله؟ قالوا آذه الله من ذلك. فخرج عبد الله إليهم فقال أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. قالوا شرنا وابن شرنا ووقعوا فيه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇസ്രായേലികൾ, അതായത് ഇസ്രായേൽ സന്തതികൾ ഇറച്ചി കേടായി പോവുകയില്ല. പിന്നെ ഹവ്വ, അവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഭാര്യമാർ ഒരിക്കലും ഭർത്താക്കന്മാരെ ചതിക്കുകയില്ല. എൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇസ്രായേലികൾ അള്ളാഹു അവർക്ക് ഇറച്ചി കൊടുക്കാറുണ്ടായിരുന്നു. ആ ഇറച്ചി സൂക്ഷിച്ചു വെക്കരുത് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബനി ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ പല തരികിട പരിപാടികളുണ്ട്. എന്ത് അള്ളാഹു റസൂലും പറയുന്നോ അതിനെതിരായിട്ട് ചെയ്യുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അപ്പം ശിക്ഷകളും കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല നിയമങ്ങൾ, ഒരു നിയമമാണ് ഇറച്ചി ഉണക്കി കഴിക്കാൻ പാടില്ല, അവർക്ക് നെയ്യ് കഴിക്കാൻ പാടില്ല, അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇതിലുള്ള ഒരു ഇതാണ്, ഇറച്ചി സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് കഴിക്കാൻ പാടില്ല, അതായത് ഉണക്കി വെക്കുക. അതാണ് അന്നത്തെ രീതി, വേറെ വഴിയൊന്നുമില്ല, ഫ്രിഡ്ജൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഇറച്ചി കൊടുക്കും, ബാക്കി വന്നു കഴിഞ്ഞാൽ അവർ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും. അവരോട് പറഞ്ഞിരുന്നു ചെയ്യരുത് എന്ന്. അപ്പോൾ ഈ മന്ന സൽവ എന്നൊക്കെ പറയുന്നതിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. മന്ന അത് തേൻ പോലത്തെ എന്തോ ഒരു സാധനമാണ്, മരത്തിലൊക്കെ ഇങ്ങനെ ചെല്ലുന്നു, എടുക്കുന്നു, തിന്നുന്നു, അങ്ങനത്തെ എന്തോ ആണ്. സൽവ എന്ന് പറയുന്നത് ഒരു പക്ഷി പോലത്തെ എന്തോ ആണ്, കാട പോലെയുള്ള എന്തോ ഒരു പക്ഷിയാണ്. പക്ഷെ ഓടിപ്പോവില്ല, കോഴി പോലെയൊക്കെ ഇരിക്കും. ചെല്ലുക, പിടിക്കുക, ചുട്ടു തിന്നുക. അതായിരുന്നു അവർക്ക് ആഹാരം ഫ്രീ ആയിട്ടല്ല കൊടുത്തുകൊണ്ടിരുന്നത്, മന്നയും സൽവയും. അതായിരിക്കും. അതല്ലെങ്കിൽ വല്ല ഒട്ടകത്തിനെയോ പശുവിനെയോ ഒക്കെ ഇറക്കുമ്പോൾ ഒരുപാട് വരുന്ന ഇറച്ചി സൂക്ഷിച്ചു വെക്കരുത് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരത് ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി അള്ളാഹു കേടാക്കി കളയുമായിരുന്നു പരീക്ഷണമായിട്ട്. പിന്നെ പറയുന്നു, ഹവ്വ അവരുടെ ഭർത്താവിനെ ആ വിലക്കപ്പെട്ട മരത്തിൽ നിന്നും പഴം തിന്നാൻ ഉപദേശിച്ചു, അല്ലെങ്കിൽ പ്രചോദനം കൊടുത്തു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിനെ അവർ ചതിച്ചു എന്നാണ് പറയുന്നത്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്വഹു യാനി ലൗലാ ബനു ഇസ്രായീല ലം യഖ്നസിൽ ലഹ്മു വലൗലാ ഹവ്വാഹു തഖുൻ ഉൻസ സൗജഹ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സ്ത്രീകളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അവരോട് പെരുമാറുക. കാരണം
അവരെ ഒരു വാരിയലിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വളഞ്ഞ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ മുകൾ ഭാഗമാകുന്നു. അതുകൊണ്ട് നീ അതിനെ നിവർത്താൻ നോക്കിയാൽ അത് ഒടിഞ്ഞു പോകും, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. നീ അതിനെ അതുപോലെ തന്നെ വിട്ടാൽ അവർ വളഞ്ഞതായി തന്നെ ഇരിക്കും. അതായത് ഇച്ചിരി കുശുമ്പും കുന്നായ്മയും ഒക്കെയുള്ള സ്വഭാവത്തോടെ ഇരിക്കും എന്ന്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ അല്ലെങ്കിൽ ഭാര്യമാരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൗസു ബിന്നിസാഇ ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ദിലാ വഇന്ന അവജ ഷൈഇൻ ഫി ദിലാഇ അലാഹു ഫഇൻ ദഹബത തുഖീമുഹു കസർതഹു വഇൻ തറക്തഹു ലം യസൽ അവജ ഫസ്തൗസു ബിന്നിസാ. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.